ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ സ്നാക്സിൻ്റെ വീഡിയോസാണല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇന്ന് എൻ്റെ ഉമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീനച്ചാറാണ്. എൻ്റെ ഉമ്മി ഇതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ഉമ്മിക്ക് ഇഷ്ടമല്ലാത്തൊരു റെസിപ്പിയാണ്. ഇത് ഉമ്മി തന്നെ തയ്യാറാക്കിയതുകൊണ്ട് ഇന്നൊരെണ്ണം എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എങ്ങനെയാ, നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പൊടികൾക്കായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം നമ്മുടെ മസാലയൊക്കെ കറക്റ്റ് ഫിഷിലേക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ശേഷം നമ്മൾ നല്ല ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് നമ്മുടെ ഈ മസാലയിൽ കുളിച്ചിരിക്കുന്ന ഫിഷിനെ എടുത്ത് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. എല്ലാ സൈഡും നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടണം. ഒരുപാടങ്ങ് മുരിയാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ സെക്കൻഡ് ബാച്ചും അതേ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ചൂടായ മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിലുണ്ടല്ലോ, അത് തന്നെയാണ് ആ മസാലയൊക്കെ മിക്സായ ആ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ കടുകും ആവശ്യത്തിനുള്ള ഉലുവയുമാണ് ചേർക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കുക്കായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും ചേർത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറ്റുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് തുടങ്ങും. ആ സമയത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ഓൾറെഡി മിക്സ് ചെയ്ത് അതിലും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുക. പിന്നെ ഉലുവേൻ്റെ പൊടിയും ചേർക്കുക. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും മസാല എത്തുന്നത് പോലെ മിക്സ് ചെയ്ത് മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ വരുന്നത്. ആ സ്മെല്ല് വരുമ്പോഴേ നമുക്കറിയാം നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇത് അച്ചാറായതുകൊണ്ട് അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴാട്ടോ എടുക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഭവമൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാ, തുറന്ന് നോക്കണ്ടേ കുറച്ച് കഴിയുമ്പം? നോക്കിയാലോ? അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഇവിടെ അടിപൊളിയായിട്ട് ആ എണ്ണയൊക്കെ അത് എല്ലായിടത്തും പിടിച്ച് നല്ല വറ്റി കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.